ഹലോ, ഇന്നൊരു കുഞ്ഞ് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടമാണ്. അപ്പോൾ പാടത്തു നിന്നാണ് നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാടത്ത് ഇപ്പോൾ നന്നായിട്ട് വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. ഇത് പാടത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു തോടാണ്. ഈ തോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ്. ഈ പ്ലാന്റ് കാണുമ്പോൾ ആമ്പലിൻ്റെ കുഞ്ഞ് ചെടികൾ പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ആമ്പലിൻ്റെ ചെടിയല്ല. തോട്ടിലായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് എനിക്ക് തോട്ടിൽ ഇറങ്ങാനായിട്ട് പറ്റില്ല. ഇറങ്ങിയാലും എനിക്ക് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഫോൺ നനയോ എന്നുള്ള പേടിയിൽ ആണ് ഞാൻ തോട്ടിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ പ്ലാന്റ്. അതുപോലെ ഇതാണ് എൻ്റെ ഫ്ലവർ കേട്ടോ. ഫ്ലവർ എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാടി പോയതാന്ന് തോന്നുന്നു. രാവിലെ സമയത്തായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവുക. ഉച്ചയാകുമ്പോൾ വാടുന്ന ഒരു ടൈപ്പ് ആയിരിക്കാം. അപ്പോൾ ഇത്രയും പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിറച്ച് ഇങ്ങനെ കുളവാഴയുണ്ട്. ഞാൻ വരുന്ന സമയത്ത് കുളവാഴയുടെ വീഡിയോ നിർത്തിയിട്ട് തിരിച്ച് പോകുമ്പോഴാണ് എടുത്തത്. പക്ഷേ ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ വാട്ടർ ബോഡീസിലൊന്നും ഇത് വളരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് നടാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ പാടത്തു നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഇതിൽ ചെളിയോട് കൂടിയിട്ടുള്ള മണ്ണായിരിക്കും ഇതിന് നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി എന്ന് പറയുന്നത് ഹോളില്ലാത്ത ചട്ടിയാണ്, ഡ്രെയിനേജ് ഹോളില്ലാത്ത ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് അക്വാറ്റിക് പ്ലാന്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് വെള്ളം കെട്ടി നിർത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചട്ടി എടുത്തത്. പിന്നെ അതേപോലെ തന്നെ നല്ല ചെളിയോട് കൂടിയിട്ടുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പറമ്പിലത്തെ മണ്ണ് തന്നെയാണ്, പക്ഷെ ഇത് ചെളി നന്നായിട്ടുണ്ട്. ഇത് സാധാരണ പറമ്പിലൊക്കെ കാണുന്ന മണലോട് കൂടിയിട്ടുള്ള മണ്ണ് തന്നെ ആയിരുന്നു. ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെളിയോട് കൂടി ആക്കിയെടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് കരിയിലിട്ടു, അതിനുശേഷം കുറച്ച് മണ്ണിട്ടു, പിന്നെ വീണ്ടും കരിയിലിട്ടു, പിന്നെ മണ്ണിട്ടു. അങ്ങനെ കുറച്ചിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ. ഒരുപാട് കാലയിൽ വെള്ളം കെട്ടി നിർത്തി. പിന്നെ മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം അതിൽ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തുന്നുണ്ടെങ്കിലും കുറച്ച് നാളെത്തുമ്പോൾ വെള്ളം ഒഴുക്കിക്കളയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുകൾ വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 2 മാസത്തോളം അങ്ങനെ നിർത്തിയപ്പോൾ നമുക്കിതുപോലുള്ള ചെളിയോട് കൂടിയിട്ടുള്ള മണ്ണ് കിട്ടിയത്. അക്വാറ്റിക് പ്ലാന്റ്സ് ഇതുപോലുള്ള ചെളിയിലുള്ള മണ്ണിൽ നടുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പോൾ പെനിവേർട്ടാണെങ്കിലും ഇതുപോലുള്ള ചെളിയോട് കൂടിയിട്ടുള്ള മണ്ണിൽ വളർത്തുമ്പോൾ കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി വളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചാണകപ്പൊടിയല്ല, സാധാ ചാണകം തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഇതുപോലെ അതിൻ്റെ അടിയിലോട്ടാക്കി, ചെടിയുടെ അടിയിലോട്ടാക്കി മാറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പറമ്പിലത്തെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മണൽ അധികം ഇല്ലാത്ത മണ്ണാണ് കേട്ടോ. കൂടുതലും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ മണ്ണിൽ നട്ട് കൊടുക്കേണ്ടത്. ഇവിടെയാണ് റൂട്ട് വന്ന് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവിടെയും ഇതുപോലെ നമുക്ക് ഒരു പ്ലാന്റ് ചെയ്താണ് കേട്ടോ. അവിടെയും റൂട്ടും ഫ്ലവറൊക്കെ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അവിടെ നിന്ന് ലീഫുണ്ട്. പിന്നെ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവർ വന്നത് വാടിപ്പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ഇതാ അവിടെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ഈ പ്ലാന്റ് നട്ട് കൊടുക്കുന്നുള്ളത് കാണാം. അപ്പോൾ അങ്ങനെ വേര് വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ ആദ്യം മണ്ണിലോട്ട് നട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യണത് എന്താണെങ്കിൽ ഇത് ഒരു ചെടിയിൽ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ അത് സെപ്പറേറ്റ് അത് കട്ട് ചെയ്തില്ല. അത് തന്നെ എന്ത് ചെയ്തു, കുറച്ച് കണ്ട് എടുത്തിട്ട് ആ വേര് വന്നിട്ടുള്ള ഭാഗം കുഴിച്ചിടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേര് വന്നിട്ടുള്ള ഓരോ ചെടികളും ഞാനിതുപോലെ ചട്ടിയിൽ ഫുൾ നട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ പ്ലാന്റ്സും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചട്ടി നിറഞ്ഞ അത്ര വെള്ളം ഒഴിച്ചിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിൽ പുതിയ ഇലകൾ വരുമ്പോൾ അത് മുങ്ങാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം വെള്ളം കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. നമ്മൾ ഒറ്റയടിക്കാൻ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ചെടി നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ ബേബി ലീഫുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ നടുമ്പോൾ കുറച്ച് ഫ്ലവർ ചെയ്യാനുള്ള ബഡ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നശിച്ചു പോയിട്ടോ. പിന്നെ അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ലീഫൊക്കെ നശിച്ചു പോയി. പുതിയ ലീഫുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.